ഹായ് കുഞ്ഞുമക്കളെ, നമസ്കാരം. സുഖമാണോ? സുഖമാണോ? യെസ്, എനിക്ക് സുഖമാണ്. ടീച്ചർക്ക് സന്തോഷം കേട്ടോ. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സോട് കൂടി നമ്മുടെ സ്വരാക്ഷരങ്ങൾ പഠിപ്പിക്കുന്നത് ടീച്ചർ ഈ ക്ലാസ്സോടെ അവസാനിപ്പിക്കുകയാണ്. രണ്ട് അക്ഷരം കൂടെ നമുക്ക് പഠിക്കാനുള്ളൂ. അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വരാക്ഷരങ്ങൾ പഠിക്കുന്നത്, ഓരോ അക്ഷരം പറയാനും എഴുതാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഓരോ അക്ഷരങ്ങളുടെ ശബ്ദം എങ്ങനെയാണെന്നുള്ളതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. സ്വരങ്ങൾ അല്ലേ, അക്ഷരങ്ങളുടെ സ്വരം എന്നാണ് സ്വരാക്ഷരം. അപ്പോൾ സ്വരം എങ്ങനെയാണെന്ന് കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എങ്ങനെയാണത് സ്വരം എന്ന് പറഞ്ഞാൽ സൗണ്ട്, അതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യണമെന്നുള്ളതും നമ്മൾ പഠിച്ച് തീരാൻ പോവുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. രണ്ടക്ഷരം കൂടെ പഠിച്ച് കഴിയുമ്പോൾ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ സ്വരാക്ഷരങ്ങൾ അ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ, ഒ, ഓ, ഔ വരെ നമ്മൾ പഠിച്ചു. ഇനി പഠിക്കാനുള്ളത് അം, അ. എന്താണ് അം? അം പറഞ്ഞേ. അം എഴുതാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള അക്ഷരത്തിൻ്റെ ഓർമ്മയിൽ നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിക്കുന്ന ഈ രണ്ടക്ഷരം എഴുതാൻ എളുപ്പമായിരിക്കും. അതിന് ശബ്ദം പഠിക്കണമെന്ന് മാത്രം. അം, അ. അം, അ. എഴുതാം, വളരെ എളുപ്പമാണ്. ടീച്ചർ അധികം നേരം പറഞ്ഞ് കഷ്ടപ്പെടണ്ട. നിങ്ങൾക്ക് ഒരുപാട് കേട്ടിരുന്ന് ബുദ്ധിമുട്ടണ്ട. എങ്ങനെ എഴുതും എന്നുള്ളത് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അതിൻ്റെ കൂടെ ചിഹ്നം ചേർത്ത് കഴിഞ്ഞാൽ ശബ്ദമായി. എഴുതാം, നോക്കിക്കോളൂ കേട്ടോ. നമ്മൾ ആ എഴുതാൻ പഠിച്ചില്ലായിരുന്നോ? ഇല്ലേ? ആ ഇങ്ങനെയാണെന്ന് പഠിച്ചില്ലേ അല്ലേ? ഇതാണ് ആ. ഇതിൻ്റെ കൂടെ ഒരു കുഞ്ഞു പൂജ്യം ഉണ്ടാ, ഒരു കുഞ്ഞു പൂജ്യം ചേർക്കണം. എന്താണ്? ഒരു കുഞ്ഞു വട്ടം ചേർത്ത് കൊടുത്താൽ എന്തായി? എന്തായി? അം. മനസ്സിലായോ? അം. എന്താണ്? അം. പറഞ്ഞേ. ആ എന്നതിൻ്റെ കൂടെ ചിഹ്നങ്ങൾക്കൊക്കെ ഓരോ പേരുണ്ട്. ഇപ്പം ടീച്ചർ ആ വലിയ വലിയ പേരുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ടീച്ചർ കുഞ്ഞു പൂജ്യം എന്നൊക്കെ പറയുന്നത്. നിങ്ങളിപ്പോഴും അക്ഷരങ്ങളൊക്കെ ഒത്തിരി പഠിച്ച് വരുന്നുണ്ടെങ്കിലും ഇപ്പോഴും കുഞ്ഞു മക്കൾ തന്നെയാണ്. അപ്പം അത് മനസ്സിലാകുന്ന രീതിയിലാണ് ടീച്ചർ പറയുന്നത് കേട്ടോ. ഒരു കുഞ്ഞു പൂജ്യം അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അം. എന്തായി? അം. ഓക്കെ, അടുത്ത അക്ഷരം കണ്ടോ? നമ്മളപ്പോൾ ലാസ്റ്റത്തെ അക്ഷരവും അക്ഷരത്തിന് മുന്നുള്ള അക്ഷരം നമ്മൾ പഠിച്ചു. ഇനി എന്ത് വേണം? അടുത്ത അക്ഷരം, അവസാനത്തെ ഒരു അക്ഷരം കൂടെ നമുക്ക് പഠിക്കാം. അതേപോലെ തന്നെ നമ്മൾ ഒരു മിനിറ്റ്, നമ്മൾ ആ എഴുതുന്നത് എഴുതിയ പോലെ തന്നെ ആ എഴുതുക. ഉണ്ടോ? ഇതാണ് ആ അല്ലേ. ഒന്നുകൂടെ എഴുതാം ടീച്ചർ, സ്ഥലം ഇല്ലാത്തതുകൊണ്ട് താഴേക്ക് എഴുതാം കേട്ടോ. ശ്രദ്ധിക്കുക. കണ്ടോ? ആ നമ്മൾ വീണ്ടും നമ്മൾ ആ എഴുതി. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ചെറിയൊരു പൂജ്യം ഇട്ട് കൊടുത്തു. ഒരെണ്ണം നമ്മൾ കൊടുത്തിട്ടുള്ളൂ അല്ലേ. ഒരു കുഞ്ഞു പൂജ്യം കൊടുത്തിട്ടുള്ളൂ. ഇവിടെ നമ്മൾ രണ്ട് കുഞ്ഞു പൂജ്യങ്ങൾ കൊടുക്കണം. ചിഹ്നങ്ങളുടെ പേരുകളൊക്കെ നിങ്ങൾ കുറച്ചുകൂടി വലുതായിട്ട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞു തരാം. ഇപ്പം നിങ്ങൾ കുഞ്ഞു പൂജ്യം എന്ന് മാത്രം അറിഞ്ഞാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പത്തിന്. ഓക്കെ, നോക്കാം കേട്ടോ. അപ്പോൾ
ഈ ചിഹ്നം എഴുതി കഴിയുമ്പോൾ ഇതെന്തായി? ഇത് അം. ഇതെന്തായി? ആ. മനസ്സിലായോ? അവസാനത്തെ രണ്ടക്ഷരം കൂടെ നമ്മൾ ഇന്ന് പഠിച്ച് തീർന്നു. എളുപ്പമല്ലേ? ആ എന്ന അക്ഷരം നമ്മളിത് ആ പഠിച്ചതാണ് അല്ലേ? ആയുടെ കൂടെ ഇവിടെ ഒരു ചിഹ്നം ഇടുക. ഇവിടെ അതേ ചിഹ്നം തന്നെ 2 വട്ടം നമ്മൾ എഴുതുക. കുഞ്ഞു വട്ടം 2 തവണ എഴുതുക. ആ. ഒരു തവണ എഴുതുമ്പോൾ അം. അംബുജം. അംബുജം. നമ്മൾ ഓരോ വാക്കുകളുടെ ഓരോ അക്ഷരങ്ങളുടെ കൂടെ നമ്മൾ ഈ ഒരു ചിഹ്നം ചേർക്കുമ്പോൾ അതിനൊക്കെ അം, ആ അക്ഷരത്തോട് ഈ ചിഹ്നം ചേർക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ശബ്ദങ്ങൾ വരും. ചിഹ്നങ്ങളൊക്കെ പിന്നെ പഠിപ്പിക്കാം. ടീച്ചർ എന്താ പെട്ടെന്ന് പറഞ്ഞു പോണേന്ന് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഈ അക്ഷരങ്ങൾ രണ്ടും മാത്രം നിങ്ങളിപ്പോൾ പഠിച്ചാൽ മതി. ഇനി ഈ അക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ പഠിക്കുമ്പോഴാണ് നമ്മൾ അതിനനുസരിച്ചുള്ള ശബ്ദങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മനസ്സിലായോ? ജസ്റ്റ് ചെറിയൊരു എക്സാമ്പിൾ ടീച്ചർ പറഞ്ഞുതരാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരക്ഷരം പഠിച്ചത് ആയിട്ട് ബന്ധപ്പെട്ട് ടീച്ചർ പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ പഠിച്ച ഈ അക്ഷരം അം അല്ലേ? ഇനി അം എന്താ പറയണേ? അം. നമ്മുടെ ടീച്ചറിന്റെ ചുണ്ട് പോണ ശ്രദ്ധിച്ചേ. അം ഒന്ന് പറഞ്ഞേ. അം. ഇതേപോലെ മറ്റൊരു അക്ഷരത്തോട് ഈ ചിഹ്നം ചേർക്കുമ്പോൾ എങ്ങനെയാണ് പറയണേന്ന് ചെറുതായിട്ട് 1-2 ഉദാഹരണം ടീച്ചർ പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് അം എന്നത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, ശ്രദ്ധിക്കട്ടാ. നമ്മൾ പഠിച്ച ഒരക്ഷരമാണിത്. ഏത്? ഇത് ഏതക്ഷരമാണ്? പ. ഏതക്ഷരമാണ്? പ. അതിൻ്റെ കൂടെ ഈ പൂജ്യം നമ്മൾ ചേർക്കുകയാണ്. അപ്പം എന്താവും? പം. എന്താവും? പം. കണ്ടോ? നമ്മൾ അം എന്ന് പറഞ്ഞില്ലേ? കണ്ടോ? ആ ഒരു സൗണ്ട് തന്നെയല്ലേ ഇവിടെ വരണേ? നോക്കിയേ. അം, പം അല്ലേ? വേറെ ടീച്ചർ കാണിച്ചു തരാം. നമ്മൾ പഠിച്ച വേറൊരു അക്ഷരം ഉപയോഗിച്ച്. ഇതെന്താണ്? വ. ഇതിൻ്റെ കൂടെ ഈ ചിഹ്നം ചേർക്കുമ്പോൾ അം ശബ്ദം വരണം. പക്ഷെ അതിനു മുന്നേ അം എന്ന ശബ്ദം വരണം. പക്ഷെ അതിനു മുന്നേ ഇത് പറയണം. അപ്പൊ വ അം. വം. എന്താണ്? വം. പാവം, പാപ്പം അല്ലേ? ടീച്ചർ അധികം പറഞ്ഞ് നിങ്ങളെ ടെൻഷൻ ആക്കണില്ല. 2 അക്ഷരം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ആ ശബ്ദം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ പറഞ്ഞത് കേട്ടാ. അപ്പോൾ 2 അക്ഷരം നമ്മൾ ഇത് പഠിച്ചാൽ മതി. അവസാനത്തെ 2 അക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങൾ കണ്ടോളൂ കേട്ടാ. ആ നമ്മൾ എഴുതി പഠിച്ചതാണ്. അതിൻ്റെ കൂടെ ഈ ചിഹ്നം ചേർക്കുമ്പോൾ അം. എന്താണിത്? അം. അടുത്തത് ആ നമ്മൾ എഴുതി അതിൻ്റെ കൂടെ 2 ചിഹ്നം. ഈ ചിഹ്നം തന്നെ നമ്മൾ 2 തവണ, 2 ചിഹ്നമല്ല സോറി, 2 തവണ ഈ ചിഹ്നം ആവർത്തിക്കുന്നു. അത് ആ. സാധാരണ പോലെ ആ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞത്? സ്വരാക്ഷരങ്ങൾ നമ്മൾ കംപ്ലീറ്റ് തീർത്തു ഇല്ലേ? സ്വരാക്ഷരങ്ങൾ നമ്മൾ മുഴുവനായിട്ടും പഠിച്ചു കഴിഞ്ഞു. ഒന്ന് പറയാം. ശബ്ദം എങ്ങനെ പറയുന്നു എന്നുള്ളത് നിങ്ങൾ കേൾക്കണം. ടീച്ചർ പറയുന്ന ലിപ് മൂവ്മെൻറ്റ് ശ്രദ്ധിക്കണം. അത് എഴുതാൻ ഓൾറെഡി പഠിച്ചും നമ്മൾ കഴിഞ്ഞു. ഒന്ന് കേൾക്കാം. ആ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ, ഒ, ഓ, ഔ, അം, ആ. കിട്ടിയോ? ഒന്നും കൂടെ ടീച്ചർ പറയാം. നമ്മുടെ സ്വരാക്ഷരങ്ങളുടെ ക്ലാസ് ഇന്ന് അവസാനിക്കുകയാണ്. ഈ ക്ലാസ്സോട് കൂടി സ്വരാക്ഷരങ്ങൾ നമ്മൾ
തീർക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ് മുതൽ നമ്മൾ വേറെ അക്ഷരങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. പക്ഷേ ആ അക്ഷരങ്ങൾക്കൊക്കെ ഈ സ്വരം, നമ്മളിപ്പോൾ ഉപയോഗിച്ച സ്വരാക്ഷരങ്ങളില്ലേ, ഇതിൻ്റെയൊക്കെ ശബ്ദം വരും. ചിഹ്നങ്ങളൊക്കെ ചേർക്കുമ്പോഴാണ്, ചിഹ്നങ്ങൾ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവാൻ പോകുന്നത്. എന്താ ടീച്ചറെ ചിഹ്നം, ഞങ്ങൾക്ക് ഒന്നും അറിയില്ലല്ലോ. പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട, ടീച്ചറൊക്കെ സാവധാനം പഠിപ്പിക്കും. പഠിപ്പിക്കുന്നതിനനുസരിച്ച് സാവധാനം മനസ്സിരുത്തി പഠിച്ചാൽ മതി കേട്ടോ. ടീച്ചർ ഒന്ന് പറയുന്നു എന്ന് മാത്രം. ഓക്കെ, ഒന്നും കൊണ്ട് നമുക്ക് പറയാം. ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ, ഓ, ഔ, അം, ആ. ടീച്ചർ പറയുമ്പോൾ അതിൻ്റെ ഒപ്പം നമുക്കൊന്ന് പറഞ്ഞാലോ? ടീച്ചർ സ്വരാക്ഷരം പറയാം, നിങ്ങളും ടീച്ചറിൻ്റെ ഒപ്പം പറയുക. ഓക്കെ. ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ, ഓ, ഔ, അം, ആ. കിട്ടിയില്ലേ? അപ്പം നമ്മൾ ആ മുതൽ ആ വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ സ്വരാക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഏറ്റവും ആദ്യമായിട്ടും പ്രധാനമായിട്ടും. ഇതിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ, ഈ ശബ്ദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ സ്വരാക്ഷരങ്ങൾ നമ്മളുടെ മനസ്സിൽ തറമാകണം. തറക്കല്ലിടണം അല്ലേ? വീട് പണിയണതിന് മുന്നേ തറക്കല്ലിട്ടിട്ടല്ലേ നമ്മൾ വീട് പണി തുടങ്ങണത്. വെറുതെ മണ്ണിലല്ലല്ലോ വീട് വെക്കണത്, തറ കെട്ടിയിട്ടാണ് വീട് വെക്കണത് അല്ലേ? അപ്പം കുറച്ച് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. അപ്പം അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? തറക്കല്ലിടുന്ന പോലെ സ്ട്രോങ് ആയിട്ട് മനസ്സിൽ പതിക്കണം. ഏതൊക്കെയാണ് സ്വരാക്ഷരങ്ങൾ, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സൗണ്ട് വരുന്നത്, ശബ്ദം വരുന്നത്, സ്വരം വരുന്നത്, എങ്ങനെയൊക്കെയാണ് അത് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ മൂവ് ചെയ്യുന്നത്. എന്നാലാണ് മറ്റുള്ള അക്ഷരങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എഴുതുക, ഉറക്കെ പറഞ്ഞ് ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് എഴുതി പഠിക്കുക. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ കാണാം. ശുഭദിനം. ബൈ.